ഹായ്, സനു സ്ട്രീംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വഴുതനങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ വീട്ടിൽ തൊടിയിലുണ്ടായത് തന്നെയാണ്. നല്ല കയപ്പുള്ള വഴുതനങ്ങയാണ് കേട്ടോ അത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകി കുറേ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. കയപ്പുള്ള വഴുതനങ്ങയുടെ കയപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു റെമഡി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ആദ്യം ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കട്ടെ കേട്ടോ. ഇതധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുമല്ലോ, ആ നേരത്ത് കുറച്ച് സുർക്ക കൂടി ചേർത്തിട്ട് തിരുമ്പി വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം അത് കഴുകി കളയുക. എന്നിട്ട് കുട്ടികൾ ഉൾപ്പെടെ അധികം ആർക്കും ഇതിൻ്റെ രുചി അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പിന്നെ വഴുതനങ്ങയിൽ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ഫാറ്റും കൊളസ്ട്രോളൊക്കെ ഉള്ളൂ. അതുപോലെ ഇരുമ്പിൻ്റെ അംശം ധാരാളമായിട്ട് വഴുതനങ്ങയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വഴുതനങ്ങ പോലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് വിളർച്ചയെ ഒരുവിധം തടയാൻ സഹായിക്കാറുണ്ട്. പച്ചക്കറിയിലെ രാജാവ് എന്നാണ് വഴുതനങ്ങ അറിയപ്പെടുന്നത് തന്നെ. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് വറവിൽക്കിടാം കേട്ടോ. ആദ്യം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ സവാളയാണ് ഞാൻ ചേർക്കുന്നത്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. ഞാൻ ഇതിൽ കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വഴുതനങ്ങ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി വെന്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കേ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം. കുറേ നേരം വേവിച്ച് കഴിഞ്ഞാൽ അത് നന്നായി ഉടഞ്ഞു പോകും. അപ്പം നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് ബലത്തിലിരിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.